എന്തൊരു ബഹളമായിരുന്നു അത് സാറേ. ആ 5A നിന്ന ഭയങ്കര കുസൃതിക്കാരൻ എന്ന് പറഞ്ഞാലെങ്ങനാ? ഈ പീരീഡിൽ ആരാ അവിടെ ക്ലാസ് എടുക്കേണ്ടത്? പീതാംബരം മാഷ. പക്ഷെ ഉച്ചക്ക് ലീവ് എഴുത്തിട്ട് മാഷ് പോയി മേശപ്പുറത്തിരിപ്പുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയാലെങ്ങനാ? സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നത് വെറുതെ അല്ല. ലീവ് അപേക്ഷ എന്നെ ഏൽപ്പിച്ചിട്ട് പോവാറുന്നില്ലേ പീതാംബരം മാഷിന്? അതിന് സാറിപ്പോ ട്രഷറിന്ന് വന്നതേ ഉള്ളൂ. ഓ, അതും നേരം. താനൊരു പണി ചെയ്യും, സരസ്വതി ടീച്ചറെ 5Aയിലേക്ക് വിടും. അല്ല മാഷേ, അപ്പൊ 10ാം ക്ലാസ്സിലേക്ക് ആര് പോകും? ഈ പീരീഡ് ഞാൻ പോകാം. താൻ ചെന്ന് അവന്മാരെ ഒന്ന് നോക്കും. വരൂ. ആരാ? എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെയാണ്. ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ പുതുതായിട്ട് ജോലി ചെയ്യുന്നത്. ശരി, പറയൂ. എന്റെ മകന് ഈ സ്കൂളിൽ അഡ്മിഷൻ നേടായിരുന്നു. ഈ ടൗണിൽ ഒരുപാട് സ്വകാര്യ സ്കൂളുകളുണ്ട്. അവിടെ എങ്ങും പോകാതെ ഇവിടെ തന്നെ വന്ന കാരണം? സാർ, ഞാനൊരു സാധാരണക്കാരനാണ്. ശരാശരിയിലും താഴെ വരുമാനമുണ്ടായിരുന്ന ഒരു ഗുമസ്തന്റെ മകൻ. അച്ഛന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിയത്. ഇത്തരത്തിലുള്ള ഒരു സാധാരണ സർക്കാർ സ്കൂളിലെ പഠന നിലവാരം തന്നെയാണ് എന്നെ ഇന്ന് ഒരു സർക്കാർ ജോലിക്കാരനാക്കിയത്. അതുകൊണ്ട് സർക്കാർ സ്കൂളുകളെ തള്ളിപ്പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ശരി ശരി. നിങ്ങളുടെ പേരെന്താ? അലക്സ്. ഭാര്യയുടെ പേര്? ഫാത്തിമ. ഇന്റർ കാസ്റ്റ് മാരേജ്? യെസ്. കുട്ടിയുടെ പേരെന്താ? മുഹമ്മദ് സെബാസ്റ്റ്യൻ സുരേഷ്. വിചിത്രമായിരിക്കുന്നു. അവന്റെ ജാതി? അവന്റെ ജാതി മനുഷ്യൻ. മനുഷ്യൻ? മനുഷ്യനാണെന്നറിയാം. അത് തന്നെയാണ് സാറേ ഞാനും പറഞ്ഞത്. മനുഷ്യനാണ്. അത് ശരിയായിരിക്കാം മിസ്റ്റർ അലക്സ്. അലക്സ്, ഇവിടെ ഈ കോളത്തിൽ നിങ്ങളുടെ മകന്റെ ജാതിയാണ് എഴുതുന്നത്. ഈ കോളം ജാതിക്കാണ്. അതെ സാർ. ഒരു ജാതിക്കയുടെ വില പോലും മനുഷ്യരില്ലാത്ത ഈ കാലത്ത് എന്റെ മകൻ ഒരു മനുഷ്യനാക്കി വളർത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ശരിയായിരിക്കാം അലക്സ്. ഈ രജിസ്റ്ററിലെ കോളത്തിൽ കൃത്യമായി പൂരിപ്പിക്കാതെ നിങ്ങളുടെ മകൻ ഇവിടെ അഡ്മിഷൻ തരാൻ പറ്റില്ല. അവന്റെ ജാതി, മതം, അങ്ങനെയെല്ലാം. എന്റെ മകൻ മതമില്ലാത്ത ജീവിതം. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന പൗരൻ എന്ന നിലയിൽ എനിക്കും എന്റെ മകനും അർഹമായ വിദ്യാഭ്യാസത്തിന് ഇവിടെ അവകാശമുണ്ട്. ആ അവകാശം കവലപ്രസംഗങ്ങളിൽ മാത്രം പറയാം, പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പറ്റില്ലേ? ഇരുന്നാ വെള്ളരിക്കപ്പെടണം. ഈ നാട്ടിൽ നിയമമുണ്ട്, കോടതിയുണ്ട്, പോലീസുകാരുണ്ട്. എനിക്കറിയാവോ? താൻ ചെന്ന് കോടതി വിധി ശരിയാക്കി കൊണ്ടുവരുമ്പോഴേക്കും അവൻ 21 വയസ്സ് കഴിഞ്ഞിരിക്കും. അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, ഞാൻ അവനെ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കാം. പക്ഷേ ഇപ്പോൾ നിവൃത്തി, താങ്കൾക്ക് പോകാം. താങ്കൾ കളിയാക്കണം. പോകാനോ? താനെന്താ പറഞ്ഞത്? മാന്യമാരെ ആക്ഷേപിക്കുന്നു. ഞാൻ ഇവിടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ കുറിച്ച് അധികാരം വരെ താനാര്? നീതിന്യായ വ്യവസ്ഥയെ കുറിച്ച് തനിക്ക് എന്തറിയാം? എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്റെ മോനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ നടക്കില്ല. അത് ശരിയല്ലോ. കാര്യമില്ല. തനിക്ക് ബുദ്ധിയില്ല. നിർത്താൻ. പുറത്തുനിന്ന് ഞാനിതെല്ലാം കാണുകയായിരുന്നു. എന്തായാലും മനുഷ്യൻ കുറച്ചുകൂടി വിശാലമായ മനസ്സോടെ ഈ പ്രശ്നത്തിൽ നിന്ന് കൈകാര്യം ചെയ്തു. ഞാൻ ഒതുക്കമാണ്. പക്ഷേ ഈ ഓണം മാഷെ, നിങ്ങൾ ഈ നൂറ്റാണ്ടിലല്ലേ ജീവിച്ചത്? ഈ യുവാവ് പറയുന്ന ന്യായങ്ങളിൽ നിങ്ങൾ ഏത് വാദഗതി കൊണ്ട് ഖണ്ഡിക്കും? പക്ഷേ ഒരു പക്ഷേയുമില്ല മാഷെ. ലോകത്തിലെ സർവ്വജീവജാലങ്ങളും ദൈവത്തിന്റെ മുന്നിൽ ഒന്നാണെന്ന് ഉദ്ഘോഷിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ലോകമാണ്. മാനുഷിക ധർമ്മത്തിനെതിരെ പ്രവർത്തിച്ചവരെ ഭൂമുഖത്തിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കിയ ശ്രീരാമൻ ജനിച്ച നാടാണിത്. ധർമ്മത്തിന്റെ പക്ഷം ചേർന്ന് മഹാഭാരത യുദ്ധത്തിൽ തേരുതെളിച്ച ശ്രീകൃഷ്ണൻ ജീവിച്ചതും ഈ നാട്ടിൽ തന്നെ. ഹിംസ പാപമാണെന്ന ഒറ്റ ചിന്തയിൽ തന്നെ തന്റെ ചക്രവർത്തി സ്ഥാനം പുല്ലുപോലെ വേണ്ടെന്ന് വെച്ച ശ്രീബുദ്ധൻ ജനിച്ചതും ഇവിടെ തന്നെയാണ്. ആ അഹിംസാ സിദ്ധാന്തം ജീവിതത്തിൽ മുറുകെ പിടിച്ച് മതഭ്രാന്തിന്റെ തൂക്കിന്റെ മുന്നിൽ ചിതറിത്തെറിച്ചു പോയ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജിയും ജനിച്ചത് മറ്റെങ്ങനെ? എന്തിന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവ മനുഷ്യന് എന്ന് ഉച്ചൈസ്തരം ഘോഷിച്ച ഗുരുദേവൻ മാതൃകയായി നമ്മുടെ മുന്നിൽ ജീവിച്ചു കാണിച്ചതും ഇവിടെ തന്നെയാണ്. പക്ഷേ ഭഗവത്ഗീതയും ബൈബിളും ഖുർആനും എല്ലാം നമ്മോട് പറയുന്നത് സമഭാവനയോടെ എല്ലാ മനുഷ്യരും ചേർന്ന് നിന്ന് ഒറ്റക്കെട്ടായി വർദ്ധിക്കണമെന്ന്. ജാതീയ ചിന്തകൾ വെടിഞ്ഞ് സമാധാനവും സ്വസ്ഥതയുമുള്ള നല്ലൊരു ഭാവി തലമുറയെ നമുക്ക് പടുത്തുക. ആ ജാതിക്കുളത്തിൽ സധൈര്യം ആശരുത്. മനുഷ്യനെന്ന്
ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അറിയുമീ അഹ്ലോരെ നമ്മൾ തമ്മിൽ ഒരുമിച്ചു കഴിയുമ്പോൾ സമൂഹത്തിൽ വിഷവിത്ത് വിതറുന്നതെന്തിനാണ് നിങ്ങൾ? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അറിയുവീൻ അഹ്ലോരെ നമ്മൾ തമ്മിൽ ഒരുമിച്ചു കഴിയുമ്പോൾ സമൂഹത്തിൽ വിഷവിത്ത് വിതറുന്നതെന്തിനാണ് നിങ്ങൾ? കാറ്റും വെളിച്ചം വെള്ളം ലഭിക്കുന്നുണ്ടൊരുപോലെ കാരുണ്യമേകി സർവ സൃഷ്ടികൾക്കും വഴി പോലെ ജാതി തിരിച്ചിടാതെ കഴിയുന്നുണ്ട് ഇതുപോലെ ജീവജാലങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ ഒരുപോലെ മാനവരാധത്തിൽ സന്തതിയാണെന്ന് സത്യം മറന്നിട്ടായുധമേന്തി ചോരയെഴുക്കുമ്പോൾ അതീവിധത്തിൽ ജാതി ചൊല്ലിക്കലഹിച്ചു ജീവിതം ബലി കഴിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അറിയുവിനഹ്ലോരെ നമ്മൾ തമ്മിൽ ഒരുമിച്ചു കഴിയുമ്പോൾ സമൂഹത്തിൽ വിഷവിത്ത് വിതറുന്നതെന്തിനാണ് നിങ്ങൾ? ധർമ്മത്തിനെതിരായി നിന്നവരോട് ചെറുത്തു ശ്രീരാമൻ ധർമ്മത്തിൻ പക്ഷം ചേർന്ന് പേരു തെളിച്ചു ശ്രീകൃഷ്ണൻ ഹിംസിക്കരുതാരയുമെന്ന ബോധനമേകി ശ്രീബുദ്ധൻ മാനവദേഹത്തിന്റെ പാലമൃദൂട്ടി ഗുരുദേവൻ ഗീതയും ബൈബിളും ഓതിയ സന്ദേശം ഈ പാരിലന്ന് മുത്തു മുഹമ്മദ് നൽകിയൊരാദൗത്യം മതി മറന്ന് സത്യമെന്തെന്നറിയാതെ സാഹസത്തിനൊരുങ്ങാതെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അറിയുമീ അഹ്ലോരെ നമ്മൾ തമ്മിൽ ഒരുമിച്ചു കഴിയുമ്പോൾ സമൂഹത്തിൽ വിഷവിത്ത് വിതറുന്നതെന്തിനാണ് നിങ്ങൾ? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അറിയുവിനഹ്ലോരെ നമ്മൾ തമ്മിൽ ഒരുമിച്ചു കഴിയുമ്പോൾ സമൂഹത്തിൽ വിഷവിത്ത് വിതറുന്നതെന്തിനാണ് നിങ്ങൾ? ഇതിലെ നല്ലൊരു കാലോചിതമായ വിഷയം, നല്ലൊരു സന്ദേശം അതിമനോഹരമായിട്ടുണ്ട്. പാട്ടാണെങ്കിലും മാപ്പിളപ്പാട്ട് തന്നെ ഒറിജിനൽ രീതി എടുത്തിട്ടാണ് പാടിയത്. ഈ അവതരിപ്പിച്ച സംവിധാനത്തിലെ ഏറ്റവും നല്ല ഒരു നിലവാരം പുലർത്തിയത് നമ്മളെ ഹെഡ്മാസ്റ്ററാണ്. ഹെഡ്മാസ്റ്റർ റിയാസ് നന്നായിട്ട് ആ ഭാഗം അഭിനയിച്ചിട്ടുണ്ട്. ഒരു സർക്കാർ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ സ്വഭാവം എന്താണെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തന്നു. പിന്നെ ദീപേരി മേശപ്പുറത്ത് വെച്ച് പോയിട്ടുള്ള മറ്റേ പീതാംബര മാഷുണ്ടല്ലോ, അപ്പോൾ സർക്കാർ സ്കൂൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. പിന്നെ ആ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ
വളരെ നന്നായി ഒപ്പിയെടുത്ത് മനോഹരമായി അവതരിപ്പിച്ചു. ഈ ടീം പാടിയോ നന്നായി പാടിയിട്ടുണ്ട്. ഈ ടീം നല്ല അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ാണെങ്കിലും സാലിക്കയുടെ പാട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ റിയാസ് മാസ്റ്ററിന്റെ കൊറിയോഗ്രാഫി ടീം എല്ലാം നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് തന്നെ അവരുടെ അഭിപ്രായം ചോദിക്കാം. അസ്ലം ജി. ടീം ഗ്രീൻ നന്നായിട്ടായിരുന്നു. സാലിം നന്ന പാടി. താങ്ക് യു സർ. ബഷീർ സൂപ്പർ ആക്ടിങ് ഉണ്ടായിരുന്നു. ആൻഡ് റിയാസ് നന്നായിട്ട് അഭിനയിച്ചു. And it was a very good message for national integration, and you should always bring such type of messages to the nation so that people should get more knowledge of national integration. Bhed bhav should not be there. Only he should not be Indian, he should not be American, he should be universal. Bolya. All the very best. God bless you all. Thank you. Thank you, Aslam ji. ഇനി നമുക്ക് താരമാമിന്റെ അടുത്ത് ചോദിക്കാം. മാം, വളരെ ഇഷ്ടമായി, വളരെ നന്നായിരുന്നു. Thank you. കോൺസെപ്റ്റ് ഇസ് വെരി ഗുഡ്. Thank you. ഒരു ആർട്ട് ഫോമിലൂടെ ഒരു സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് വന്നത് വെരി പവർഫുൾ. Thank you. സാധാരണ ഒരാൾ വന്ന് സംസാരിച്ച് പറഞ്ഞ് ഒരാൾക്ക് റെവല്യൂഷൻ ഉണ്ടാക്കുന്നതിനേക്കാളേറെ കലയിലൂടെ സാധിക്കുമെന്ന് പണ്ട് തൊട്ടേ തെളിയിച്ചിട്ടുണ്ട്. അത് നിങ്ങളും തെളിയിച്ചു. വെരി ഗുഡ്. എനിക്ക് പാട്ട് വളരെ ഇഷ്ടമായി. തൊട്ടടുത്തിരിക്കുന്ന ആൾ ബഷീർ അല്ലേ? ബഷീർ ഇസ് എൻ ഓൾറൗണ്ടർ കേട്ടോ. നിങ്ങൾ പാടി ഞാൻ ഒരുപാട് കേട്ടു. ഇപ്പോൾ അസലായിട്ട് നിങ്ങൾ അഭിനയിച്ചു. കോൺസെപ്റ്റ് നന്നായിരുന്നു, കൊറിയോഗ്രാഫി നന്നായിരുന്നു. ഹെഡ് മാസ്റ്റർ വാസ് വെരി ഗുഡ്. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആണോ ഇത്? കൊറിയോഗ്രാഫിന്റെ കോൺസെപ്റ്റ് ആണോ അത്? എല്ലാവരോടും ചേർന്ന് ഡിസ്കസ് ചെയ്താ അല്ലേ? അത് മാത്രമല്ല, മാപ്പിള പാട്ടുകളിൽ ഇത്തരം സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സന്ദേശങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. സോ ഹാറ്റ്സ് ഓഫ് ടു യു. വെരി വെരി ഇന്നോവേറ്റീവ്. മാപ്പിളപ്പാട്ടിൽ സാധാരണ വിരഹമോ പ്രണയമോ ഭക്തിയോ ഒക്കെ കണ്ടിട്ടുള്ളൂ. എൻ്റെ അതൊരു സോഷ്യലി റെലവെന്റ് ആയിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു മെസ്സേജ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നിങ്ങൾ തെളിയിച്ചത് വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വേദിയിൽ ഒരുപാട് പേര് കാണും, അത് ഇൻസ്പയർഡ് ആവും. മറ്റുള്ളവർക്ക് അതൊരു വലിയ ഇൻസ്പിറേഷനാണ്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് റഹ്ലത്തോട് ചോദിക്കാം. കേട്ടോ, ഗ്രീൻ ടീം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഒരുപാട് വെറൈറ്റി മെസ്സേജ് ഇങ്ങനെ റിയാസ് ഇങ്ങനെ ആരാ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു നിങ്ങളൊരു കൂട്ടായ്മ തന്നെ ആരാ പറഞ്ഞോളൂ. ഇതിന്റെ കൺസെപ്റ്റ് റിയാസിന്റെയാണ്. ഇതിന്റെ ഓഡിയോ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. ബഷീറാണ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മ ഒരുപാട് നമ്മുടെ പട്ടുറുമാലിൽ ഒരുപാട് മെസ്സേജുകൾ അങ്ങനെ നമുക്ക് നല്ല നല്ല മെസ്സേജുകൾ തരാന്, അതിലും ഈ ഒരു ഐറ്റം നിങ്ങൾ വിജയിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു. കാരണം റിയാസ് അത് ഹംസക പറഞ്ഞത് കറക്റ്റാണ്. ആ മാഷ് പിന്നെ റാഫി പോലും ഞാൻ പറയല്ല, ഇതുവരെ നേരത്തെ ഒരുപാട് നമ്മളതിൽ പറയും മൗലിയാർ എന്നൊക്കെ പറയും, ഞങ്ങള് ഹാജിയാർ മൗലിയാർ അങ്ങനെയൊക്കെയുള്ള ആ ഓരോ ക്യാരക്ടറാണ് നേരത്തെ ചെയ്ത് ഒരു മാഷായിട്ട് ആ ഒരു എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത്. സ്കൂളിൽ ഒരു സ്പീഡായിട്ട് വന്ന് മാഷ ആ ഒരു റിയാസിനോട് പറയണമെന്നൊക്കെ. പിന്നെ ബഷീർ, എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമായി, മുഹമ്മദ് സെബാസ്റ്റ്യൻ സുരേഷ്. ഞാൻ ജോൺ ജോഫർ ജനാർദ്ദൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ സിനിമയില് ഒരു ഫീൽ ചെയ്താണ്, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ്. കാരണം 3 ജാതികളും കൂടി ഒരുമിച്ച് വരുന്ന പേര് പോപ്പുലർ ആയിട്ടുള്ള അതേ ഉള്ളൂ. അതെയോ? എന്നാലും പിന്നെ സാലി എന്താ പറയാ, ഒരുപാട് പെർഫോം ഇങ്ങനെ പല ക്യാരക്ടറായിട്ട് ചെയ്യുന്നത് ഞാനിപ്പോഴാണ് ഇങ്ങനെ കാണുന്നുണ്ട്. സാലി ഒരുപാട് നല്ലൊരു ആക്ടിങ് നന്നായിട്ടുണ്ട്. കാരണം ഒരുപാട് പാട്ടുകൾ ഇപ്പൊ വന്നു പോയി, അതിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തത് ഒരു വെറൈറ്റി ആയിട്ട് എന്താ പറയാ, നമ്മളൊരു ജാതി ആ ഒരു പ്രസംഗിക്കുക ഞാൻ അല്ലേ അങ്ങനത്തെ ഒരു ഇതിലായിട്ടാണ് നന്നായിട്ട് ചെയ്ത. ആ സോങ്ങും കൂടിയും അതിൽ ഉൾക്കൊണ്ട് തന്നെ അത് ചെയ്തു. എന്തായാലും എനിക്ക് ആ ഗ്രീൻ ടീമിന്റെ ഒരു സ്പിരിറ്റ്, ഒരുപാട് നല്ല നല്ല മെസ്സേജുകൾ പട്ടുറുമാലിലൂടെ ജനങ്ങളിൽ എത്തിക്കാനുള്ള ആ ഒരു റിയാസ്, നിങ്ങളുടെ ആ ടീമിന്റെ ഒരു സ്പിരിറ്റ് ഇനി അങ്ങോട്ടും ഉണ്ടാവട്ടെ. ഓക്കെ.